ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടികൾ ഇതിനെ കേക്ക് ഉണ്ണിയപ്പം എന്നാണ് കേട്ടോ പറയാം. അതുകൊണ്ട് ഞാൻ ഇതിന് കേക്ക് ഉണ്ണിയപ്പം തന്നെയാണ് പേര് ഇട്ടിട്ടുള്ളത്. മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയും റവയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കണേ. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാര, നമ്മുടെ സാധാരണ നോർമൽ പഞ്ചസാര തന്നെയാണ്. അത് നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കായയുടെ പൗഡറോ ചേർക്കാം. ഞാനിവിടെ വാനില എസൻസാണ് ചേർക്കണേ. ഇവിടെ കൂടുതൽ ഇഷ്ടം വാനില ഫ്ലേവറാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കായാണ് ചേർക്കുന്നത് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഏലക്കായ പൗഡർ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ല പോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അത്രയും വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ റവയുടെ അളവും തീരുമാനിക്കുക. അപ്പോൾ റവയ്ക്കൊരു പ്രത്യേകിച്ചിട്ടൊരു അളവൊന്നുമില്ല. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റവ ഇട്ട് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കട്ടി വേണം നമ്മുടെ ബാറ്ററിന്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം റവ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റോടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കാരണം ഇത് റവയാണ്, ഇതൊന്ന് കുതിരാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ കുതിർന്ന് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ റവയൊക്കെ കുതിർന്നതുകൊണ്ടാണ് ഇത്രയും കട്ടിയായത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്നെസ്സാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി ഇത് കട്ടിയൊന്നും ആവില്ല, കാരണം ഓൾറെഡി നമ്മുടെ റവ കുതിർന്നതാണ്. അപ്പോൾ ഇനി ഇത് കട്ടിയൊന്നും ആവില്ല. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെയും മുകളിലായിട്ട് ഞാനിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ചുടാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളാണെങ്കിൽ വേവില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്പം തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചുവിട്ട് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ ഇതൊരു 5 മിനിറ്റ് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനും ബാക്കി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത്
ഫ്രൈ ചെയ്തെടുക്കാനും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.